നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തും. 15-ാം തീയതി കുന്നംകുളത്ത് നടക്കുന്ന പരിപാടിയിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ആലത്തൂർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ കുന്നംകുളത്തെ ചെറുവത്തൂർ ഗ്രൌണ്ടിൽ രാവിലെ 11 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ തൃശൂർ, ആലത്തൂർ, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഇത് 3-ാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത്. ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന് കൊഴുപ്പേകും വിധമാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവ്. കരുവന്നൂർ സഹകരണ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ED അന്വേഷണവും CPM നേതാക്കളുടെ ചോദ്യം ചെയ്യലും നടക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ വരവ് എന്നതും ശ്രദ്ധേയമാണ്. കരുവന്നൂരിലെ നിക്ഷേപകർക്ക് ED പിടിച്ചെടുത്ത പണം തിരികെ നൽകുമെന്ന് പ്രധാനമന്ത്രി ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസുവിന് ഉറപ്പ് നൽകിയിരുന്നു. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സരസു ടീച്ചറെ നേരിട്ട് ഫോണിൽ വിളിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. NDA സർക്കാർ 3-ാം തവണ അധികാരത്തിൽ വരുമ്പോൾ നിക്ഷേപകരുടെ പണം തട്ടിയെടുത്തവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങൾക്കൊപ്പം ആലപ്പുഴയെയും BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇവിടെയും എത്തിയേക്കുമെന്ന വാർത്തകളും പരക്കുന്നു. സംസ്ഥാന ഉപാധ്യക്ഷൻ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ NDAക്ക് ഇവിടെ വലിയ ജനപിന്തുണ ലഭിച്ചതായാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലപ്പുഴയിലേക്ക് എത്താനുള്ള സാധ്യതയും ഉണ്ട്. ഇതുവരെ സംസ്ഥാന നേതൃത്വത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു ആലപ്പുഴ. A ക്ലാസ് പട്ടികയിലായതോടെ മേൽനോട്ടം കേന്ദ്ര നേതൃത്വം ഏറ്റെടുക്കും. ഇതിന്റെ ഭാഗമായി നേതൃതലത്തിലും മാറ്റങ്ങൾ ഉണ്ട്. മണ്ഡലത്തിന്റെ ചുമതല ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപനാണ്. മാവേലിക്കര മണ്ഡലത്തിന്റെ ചുമതലയുള്ള BJP ജില്ലാ അധ്യക്ഷൻ MB ഗോപകുമാറിനെയും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെയും പ്രചാരണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. RSS പ്രാന്തീയ കാര്യകാര സദസ്യൻ MR പ്രസാദിനെയും പുതുതായി നിയോഗിച്ചിട്ടുണ്ട്. ഇനി ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനം RSSകാരും ഏകോപിപ്പിക്കും. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങൾക്കൊപ്പം തന്നെ ആലപ്പുഴ A ക്ലാസ് ആകുമ്പോൾ വലിയ രീതിയിലുള്ള ആവേശമൊക്കെ തന്നെയാണ് പടരുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കാനും ഒരുപക്ഷെ പ്രധാനമന്ത്രി ആലപ്പുഴയിലേക്ക് ഇനി വരും ദിവസങ്ങളിൽ എത്താനുള്ള സാധ്യത ഏറെയാണ്.